മലയാളികൾ സ്നേഹത്തോടെ ആവേശത്തോടെ ആശാൻ എന്ന് വിളിക്കുന്ന ഇവാൻ വുക്കോമനോവിച്ച് കേരളം വിടുകയാണ്. കപ്പടിക്കണമെന്ന ആഗ്രഹം സഫലമായില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ പരിശീലന കീഴിൽ ബ്ലാസ്റ്റേഴ്സ് ഏറെ മുന്നേറിയിരുന്നു. 2021 ആശാൻ എത്തിയ ശേഷം തുടർച്ചയായി 3 തവണ പ്ലേ ഓഫിലെത്താൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചു. ഗോളടിക്കാത്ത ബ്ലാസ്റ്റേഴ്സ് എന്ന പേരുദോഷം മാറിക്കിട്ടിയത് വുക്കോമനോവിച്ച് വന്നതിൽ പിന്നെയാണ്. ബ്ലാസ്റ്റേഴ്സ് എന്ന ടീമിനെ സംബന്ധിച്ച് 10ാമത്തെ പരിശീലകനാണ് ഇവാൻ വുക്കോമനോവിച്ച്. 6 വർഷത്തിനിടെ കേരള ബ്ലാസ്റ്റേഴ്സിനെ ISLൻ്റെ ഫൈനലിൽ എത്തിച്ചതും ഇതേ ആശാൻ തന്നെയാണ്. ക്ലബിൽ എത്തിയ മുതൽ ടീമിൻ്റെ ശൈലിയിൽ വലിയ മാറ്റം വരുത്താൻ വുക്കോമനോവിച്ചിന് സാധിച്ചിരുന്നു. ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ, ഏറ്റവും കൂടുതൽ പോയിൻറ്റുകൾ, ഏറ്റവും കൂടുതൽ വിജയങ്ങൾ, ഏറ്റവും കുറഞ്ഞ തോൽവികൾ എന്നീ നേട്ടങ്ങളും ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയത് ആശാൻ്റെ പരിശീലനത്തിൻ്റെ കീഴിലാണ്. കോച്ചായി ചുമതലയേറ്റ ആദ്യ സീസണിൽ തന്നെ ബ്ലാസ്റ്റേഴ്സിനെ ഫൈനലിലെത്തിച്ചു. കഴിഞ്ഞ സീസണിൽ പ്ലേ ഓഫിലെത്തിക്കാനും കഴിഞ്ഞു. 2023-24 സീസണിലെ ആദ്യ ഘട്ടത്തിൽ ലീഗിൽ ബ്ലാസ്റ്റേഴ്സ് 1ാം സ്ഥാനത്തായിരുന്നു. പക്ഷേ 2ാം ഘട്ടത്തിലെ 6 കളിയിൽ 5ലും പരാജയപ്പെട്ടു. ടീമിൻ്റെ കുന്തമുനയായിരുന്ന അഡ്രിയാൻ ലൂണ ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേറ്റ് പുറത്തായതാണ് ഇത്തവണ വലിയൊരു തിരിച്ചടിയായി മാറിയത്. കോച്ചിങ്ങിൽ മാത്രമല്ല വിവാദങ്ങളിലും നിറഞ്ഞു നിന്ന ആളാണ് ആശാൻ. കഴിഞ്ഞ സീസണിൽ ബാംഗ്ലൂരുവിനെതിരായ പ്ലേ ഓഫ് മത്സരത്തിനിടെ സുനിൽ ഛേത്രിയുടെ വിവാദ ഗോളിനെ തുടർന്ന് ടീമിനെ ഗ്രൗണ്ടിൽ നിന്ന് പിൻവലിക്കാൻ ധൈര്യം കാണിച്ചത് ആശാനാണ്. തുടർന്ന് അച്ചടക്ക നടപടിയുടെ ഭാഗമായി അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ 4 കോടി രൂപ ടീമിന് പിഴയായി ചുമത്തി. വുക്കോമനോവിച്ചിന് 10 മത്സരങ്ങളിൽ വിലക്കും ലഭിച്ചു. എന്നാൽ ആ വിഷയത്തിൽ ടീമിൻ്റെ ആരാധകർ ആശാനോടൊപ്പം തന്നെയായിരുന്നു. പിഴശിക്ഷ വിധിച്ച തീരുമാനത്തെ ചോദ്യം ചെയ്ത് ബ്ലാസ്റ്റേഴ്സ് അന്താരാഷ്ട്ര തർക്ക പരിഹാര കോടതിയിൽ വരെ പോയെങ്കിലും ഒരു കാര്യവുമുണ്ടായില്ല. ആ പിഴ അവർക്ക് നൽകേണ്ടി വന്നു. അന്നു മുതൽ ആശാൻ ബ്ലാസ്റ്റേഴ്സ് വിട്ടു പോകുമെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളും പരന്നിരുന്നു. ഇതിനിടെ കരാർ 2025 വരെ നീട്ടിക്കൊടുത്തത്. അപ്പോഴും നിറഞ്ഞ പിന്തുണയോടെ മലയാളികൾ ആശാനോടൊപ്പം നിന്നു. ബ്ലാസ്റ്റേഴ്സിനെ കെട്ടുറപ്പുള്ള ഒരു ടീമാക്കി മാറ്റിയ ആശാനെ കൈയൊഴിയാൻ മലയാളികൾക്ക് മനസ്സ് വന്നില്ല. കേരളീയർ നൽകിയ സ്നേഹം അതേ അളവിൽ തിരിച്ചു നൽകിയതും ആശാനെ കൂടുതൽ ജനപ്രിയനാക്കി. 2021 ജൂൺ 21 വുക്കോമനോവിച്ചിനെ കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകനായി പ്രഖ്യാപിക്കുന്നത്. ക്ലബിൻ്റെ കടുത്ത ആരാധകരെ പോലും അമ്പരപ്പിച്ചാണ് സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോൾ സ്കിൻകിസ് 60ഓളം അപേക്ഷകരിൽ നിന്ന് വുക്കോമനോവിച്ചിനെ തിരഞ്ഞെടുത്തത്. പരിശീലകർ നിലനിൽക്കാത്ത ക്ലബ്ബെന്ന ചീത്തപ്പേരുണ്ടായിരുന്ന ക്ലബിനെ തുടർച്ചയായി 3 സീസണുകളിൽ അദ്ദേഹം പ്ലേ ഓഫിലെത്തിക്കുകയും ചെയ്തു. ഇങ്ങനെ ഒരേ ടീമിനെ 3 തവണ തുടർച്ചയായി പ്ലേ ഓഫിലെത്തിച്ച മറ്റ് പരിശീലകർ ISLൻ്റെ ചരിത്രത്തിലില്ല. സെർബിയൻ ടീമിലെ താരമായിരുന്ന ആശാൻ കോച്ചിങ് ആരംഭിച്ചത് ബെൽജിയം ക്ലബിൻ്റെ സഹപരിശീലകൻ ആയിട്ടാണ്. പിന്നീട് സ്ലോവാക്യൻ സൂപ്പർ ലീഗിലും അദ്ദേഹം പരിശീലകനായി. അതിനുശേഷമാണ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നത്. എന്തായാലും ഇപ്പോൾ പുതിയ കോച്ചിനെ കണ്ടെത്താനുള്ള നീക്കങ്ങൾ ആരംഭിച്ചതായി ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് അറിയിച്ചിട്ടുണ്ട്.